ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് റിയാദിലുള്ള അൽ ഹരീഖ് ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഓറഞ്ച് ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റിയാദിൽ നിന്ന് ഒരു 2.5 മണിക്കൂർ ട്രാവലുണ്ട് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട്. നമ്മളൊരു 11 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് വിട്ടതാണ്. ഒരു ഒന്നരയൊക്കെ ആയ സമയത്ത് നമ്മളിവിടെ എത്തി. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫാം കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്, ഓറഞ്ച് ഫാം. അപ്പോൾ ഇതിന് കുറച്ചടുത്തായിട്ടാണ് റിയാദ് ഫെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫാം കാണാൻ വേണ്ടിയിട്ട് പോകാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫ്രണ്ടിൽ തന്നെ ഇവിടെ പിന്നെ നല്ലൊരു വെൽക്കമിങ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ചെറിയ കുട്ടികൾക്ക് ഇതുപോലെ ലോലിപോപ്പൊക്കെ കൊടുത്തിട്ടാണ് അവർ വെൽക്കം ചെയ്യുന്നത്. അപ്പോൾ നമ്മളതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് പോയി. അപ്പോൾ അകത്തോട്ട് കയറുമ്പോൾ നല്ല പ്രതീക്ഷയോടെയാണ് നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറിയത്. പക്ഷെ അവിടെ ഒരു ഓറഞ്ച് മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കാണിക്കാം. അല്ലാണ്ട് വേറൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് ഓറഞ്ചിൻ്റെ ആ ഒരു ചെടികൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളാണെങ്കിൽ ഭയങ്കര പ്രതീക്ഷയോടെ ഓറഞ്ചൊക്കെ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നത് കാണാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് വന്നതാണ് കേട്ടോ. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഭയങ്കര സങ്കടമായിപ്പോയി. ഒന്നും ഇവിടെ കാണാനില്ലാത്തതുകൊണ്ട് തന്നെ. പിന്നെ ഇവിടെ ആണെങ്കിൽ എല്ലാ വർഷവും ഈ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ വന്ന സമയത്താണെങ്കിൽ ഇവിടെ എല്ലാ ചെടിയിലും നിറച്ച് ഓറഞ്ചായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ എടുത്ത വീഡിയോ ആ ഒരു ടൈമിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണണമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അത് വെച്ചിട്ട് ഇത് നോക്കുമ്പോൾ ശരിക്കും ഭയങ്കര ഒരു നിരാശയാണ് കേട്ടോ നമുക്കുണ്ടായത്. കഴിഞ്ഞ തവണയാണെങ്കിൽ ഈ ഒരു സ്ഥലത്തും മൊത്തത്തിലും നല്ല ഒരുപാട് ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഇതൊരു വലിയൊരു ഫാമാണ്. അപ്പോൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയാലൊക്കെ ഉണ്ടാവുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ആ ഒരു പ്രതീക്ഷയോടെ ഇങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഓറഞ്ച് മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്. ഈന്തപ്പഴം ഉണ്ട്, പിന്നെ നേന്ത്രപ്പഴം ഉണ്ടല്ലോ അതുണ്ട്, പിന്നെ തക്കാളി. ഇവിടെ ഈ ഒരു ഏരിയയിൽ കുറച്ച് ഭാഗത്തായിട്ട് തക്കാളിയൊക്കെ ഉണ്ട്. അങ്ങനെ ചെറിയ പിന്നെ പപ്പായ ഉണ്ട്, അതൊക്കെ ഇതിനിടയിലുണ്ട്. പക്ഷെ മെയിനായിട്ടും ഇത് ഓറഞ്ചിൻ്റെ ഫാമാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കാഴ്ച നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഒരു ഭംഗിയാണ് കേട്ടോ. ഈ ഒരു പച്ചപ്പിൻ്റെ ഇടയിൽ ഓറഞ്ച് ബൗൾ വെച്ച പോലെ നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്കതെല്ലാം മിസ്സായി. എന്നാൽ നമുക്ക് ഈ ഫാമിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പിന്നെ നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് നടന്നപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരു മരത്തിൽ ഒരു ഓറഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഒരു ഓറഞ്ച്, അതെന്തോ നമുക്ക് കാണാൻ വേണ്ടി വെച്ചതുപോലെ ഒരെണ്ണം മാത്രം അതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതും കണ്ടങ്ങ് സംതൃപ്തിപ്പെട്ടു. പിന്നെ ഫാമിലൂടെയൊക്കെ ഇങ്ങനെ നടക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഇടയിലായിട്ട് വാഴകളും ഡേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ സൗദിയിൽ ഇങ്ങനെ ഒരു ഫാം ശരിക്കും ഒരു അത്ഭുതം തന്നെയാണല്ലോ. ഈ ഒരു മരുഭൂമിയിൽ ഇങ്ങനെ ഒരു ഫാം എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു കുളിർമയാണ് കേട്ടോ ഈ ഒരു ഫാം കാണുമ്പോൾ തന്നെ. പിന്നെ ഇവിടെ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ഒരു ചെടി കണ്ടു കേട്ടോ. ഇതാണ്. അപ്പോൾ അതിൽ പൂക്കളൊന്നും കാണുന്നില്ല, ചെടി മാത്രമേ കാണുന്നുള്ളൂ. ഒരു പൂ ഇങ്ങനെ വാടിയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് ഈ ഫാമിൽ പ്ലാന്റ്സ് മാത്രമല്ല ഫാം അനിമൽസും ഉണ്ട്. കുറച്ച് ബേർഡ്സൊക്കെ ഉണ്ട്, കോഴികളും പ്രാവുകൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു ബോർഡിൽ ഇവർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ
ഫാം അനിമൽസാണ് ഇവിടെ ഉള്ളതെന്ന്. അപ്പോൾ ഇതാ ഇതിൽ കാണുന്നതൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടില്ല, കുറച്ച് കണ്ടിട്ട് അങ്ങോട്ട് പോയി കേട്ടോ. ഇതാണെങ്കിൽ ഈ നെറ്റിൻ്റെ ഇടയിൽ കൂടിയിട്ട് കറക്റ്റായിട്ട് കാണാനും പറ്റുന്നില്ല, വെയിലടിക്കുകയും ചെയ്യുന്നുണ്ട്. നെറ്റും അങ്ങനെ ഒരു ടൈപ്പ് ആയതുകൊണ്ട് ക്യാമറയിൽ കറക്റ്റ് എടുക്കാനും പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ ബൊഗൈൻ ബില്ലുകളൊക്കെ ഉണ്ട്. ഈ കാണുന്നതൊക്കെ ഓറഞ്ചിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ടൈപ്പ് അല്ല, കുറേ വെറൈറ്റി ടൈപ്പ് ഓറഞ്ചുകളായിരുന്നു കേട്ടോ നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ കണ്ടത്. അപ്പോൾ അവിടെയൊന്നും ഇപ്പോൾ ഒന്നും കാണാനില്ല, ജസ്റ്റ് അതിൻ്റെ പ്ലാന്റ് മാത്രമേ ഉള്ളൂ. എന്നാലും ഇങ്ങനെ കണ്ടിരിക്കാൻ, ഇങ്ങനെ നടന്നുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഇതാ പപ്പായയുടെ ചെടിയൊക്കെ കാണുന്നുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഇവിടെ ഫുഡും കൊടുക്കുന്നുണ്ട്. ഇവിടെ ഫ്രീ എൻട്രി ആണ്, ഇതിനകത്തോട്ട് കയറാൻ വേണ്ടി ഫീ ഒന്നുമില്ല. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ഫുഡും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് തന്നെ അധികം ആൾക്കാരൊന്നും താമസമൊന്നും ഇല്ലാത്തൊരു ഏരിയയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റ്സോ ഹോട്ടൽസോ എല്ലാം കുറവാണ്. ഇപ്പം നമ്മൾ തന്നെ വന്ന ടൈമിൽ തന്നെ അങ്ങനെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇതാ ഇവിടെ ഫുഡും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ടേക്ക് പോവാൻ കേട്ടോ. ഒരു ഹാളിൽ ഒരു ബിരിയാണിയാണ്, അതൊക്കെ അവർ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, വേണ്ടുന്നവർക്ക് പോയിട്ട് കഴിക്കാമെന്നാണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഇതാ പപ്പായൊക്കെ നന്നായിട്ട് കായ്ച്ച് നിൽക്കുന്നുണ്ട്. അതിനടുത്തതാ വാഴയൊക്കെ കാണുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഹാളിലെത്തി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായി വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളൊരു 10 മിനിറ്റ് നമ്മളവിടെ വെയിറ്റ് ചെയ്തപ്പോൾ അവർ വീണ്ടും നമുക്ക് ഫുഡ് കൊണ്ടു തന്നു ബാക്കിയുള്ളവർ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ എടുത്ത് കഴിച്ചു. അപ്പോൾ ഈ ഒരു ഹാളിൽ എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതാണ് കേട്ടോ, ഈ ഒരു ഹാളിൽ ഫുഡ് കഴിക്കാനുള്ള ഇത്. പിന്നെ ആണുങ്ങൾക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു ഫാമുണ്ട്, അതിനകത്താണ്. അപ്പോൾ ഞാൻ ഈ ഹാളിൻ്റെ മുകളിൽ നിന്ന് ഉള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ ആണുങ്ങൾക്ക് എന്ന് പറയുന്നത് ഫുഡ് ഇവർ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് അവർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതിന് ഓപ്പോസിറ്റുള്ള ഫാമിലി ജെൻസിനുള്ള ഫുഡൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് അതിൻ്റെ ഗേറ്റ് ഓപ്പൺ ആയപ്പോൾ ഉള്ള ഒരു തിരക്കാണ് ഈ കാണുന്നത്. ഈ ഫാം കാണാൻ വന്നവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അവർ അതിനകത്ത് കയറി ഫുഡ് കഴിക്കാൻ അതിനകത്ത് കയറി നോക്കുമ്പോഴത്തേക്കും എല്ലാം ഫുള്ളായിരുന്നു. ഓരോ ടേബിളിലും എല്ലാ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവർ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഫുഡ് കിട്ടിയില്ല കേട്ടോ. ഇതെന്ന് പറയുന്നത് ഓരോ ടേബിളിൽ ഇങ്ങനെ പാത്രത്തിൽ ബിരിയാണി വെച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരതിനകത്തോട്ട് പോകുമ്പോഴത്തേക്കും എല്ലാ ടേബിളിലും ആൾക്കാരായി, എല്ലാവരും കഴിക്കാനും തുടങ്ങി, ഫുഡ് കഴിയുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കഴിക്കുന്ന ആ ഭാഗത്തുനിന്നും കുറച്ച് പ്ലേറ്റിൽ ഫുഡാക്കിയിട്ട് ഇവർക്ക് കൊടുത്തിട്ട് അങ്ങനെ ഇവർ വണ്ടിയിൽ ഇരുന്നിട്ട് കഴിച്ചാണ് കേട്ടോ.
അങ്ങനെ നമ്മൾ അവിടുന്ന് ഓറഞ്ച് ഫെസ്റ്റ് കാണാൻ വേണ്ടി വന്നു. അത് ആ ഒരു ഏരിയയിൽ തന്നെയാണ്. ഒരു 10 മിനിറ്റ് യാത്ര ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ബാക്കി കാണുന്നത്. ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഓറഞ്ചിൻ്റെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരു ഓറഞ്ചിൻ്റെ മരം ഇങ്ങനെ ഓറഞ്ചോട് കൂടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് കയറുകയാണെങ്കിൽ ഓറഞ്ചസൊക്കെ കുറവാണ്. കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാളും എല്ലാം സ്റ്റാളുകളൊക്കെ കുറവാണ്. ഓറഞ്ച് ഫെസ്റ്റും നമുക്ക് ശരിക്കും ഒരു നിരാശ തന്നെയായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചൊക്കെ കാണുന്നത് കുറവായിരുന്നു. കഴിഞ്ഞ തവണയാണെങ്കിൽ നമുക്ക് ആ ഓറഞ്ച് കാണുമ്പോൾ തന്നെ അങ്ങ് വാങ്ങാൻ തോന്നും. ആ ഒരു ടൈപ്പ് ഓറഞ്ചൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ളത്. ഇപ്രാവശ്യം എന്ന് പറയുന്നത് അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ളത് അങ്ങനെ കണ്ടില്ല. അങ്ങനെ കുറച്ചിങ്ങനെ ഒരു ഉണങ്ങിയ പോലെയും അതുപോലെയൊക്കെ ആയിരുന്നു എനിക്ക് തോന്നി. ഇവിടെ കുറേ പ്ലാന്റ്സ് ഒക്കെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ബൊഗെയിൻവില്ലയുടെ കുറേ കളേഴ്സാണ് കേട്ടോ. പിന്നെ ഇത് ഓറഞ്ചിൻ്റെ പ്ലാന്റ്സ് ഒക്കെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിക്കൊണ്ടുപോകാം. ഇനി നമുക്ക് ഇതിനകത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇതൊക്കെ ഇവിടെ സെയിൽ ചെയ്യാൻ വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടുന്നവർക്ക് വാങ്ങിക്കാം, അല്ലാത്തവർക്ക് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് അങ്ങ് പോകാം. അപ്പോൾ ഓറഞ്ചസ് മാത്രമല്ല, ഇവിടെ സ്ട്രോബെറിയും പിന്നെ അത്തിപ്പഴം പിന്നെ ഡേറ്റ്സ്, തേൻ അതൊക്കെ ഇവിടെ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്.
ഈ എക്സിബിഷൻ നടക്കുന്ന ഒരു വലിയൊരു ഹാളാണ് കേട്ടോ. അപ്പോൾ ഈ ഹാളിലാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ വരുവാണെങ്കിൽ നമുക്ക് തേൻ കാണാൻ പറ്റും, പിന്നെ ഒലിവ് ഓയിൽ, അതുപോലുള്ള ഡേറ്റ്സ്, അതുപോലുള്ള ഐറ്റംസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ തേനാണ് കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള നാച്ചുറൽ തേനാണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതാ ഹണി ബീസൊക്കെ ഇങ്ങനെ കൂടോടെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ. അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ആ തേനും അതൊക്കെ അവിടെ അവർ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ തേന് നമുക്ക് അവർ ടേസ്റ്റ് ചെയ്യാനൊക്കെ തരും. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്കത് വാങ്ങിക്കാം. അതുപോലെ തന്നെ ഡേറ്റ്സിൻ്റെതും അങ്ങനെ തന്നെയാണ്, നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തരും. അപ്പോൾ ഇത്രയാണ് ഓറഞ്ച് ഫെസ്റ്റിലെ കാഴ്ചകൾ. അപ്പോൾ നമുക്കിവിടെ ഫെസ്റ്റ് നമുക്ക് വരാം, ഇവിടെ ഫ്രീ എൻട്രി ആണ്. അതുപോലെ തന്നെ ഇത് ജനുവരി 1 മുതൽ 10 വരെയാണ് ഇവിടെ ഈ ഫെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഓറഞ്ച് ഫാം വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, അത് അവിടെ ഒന്നുമില്ല. ഓറഞ്ച് കാണാമെന്ന് വിചാരിച്ചിട്ട് വരണ്ട. ഈ ഫെസ്റ്റൊക്കെ നമുക്ക് ഫെസ്റ്റിലൊക്കെ പങ്കെടുക്കാം. ഇവിടുന്ന് ഓരോന്ന് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ച് പോവാം. ചെടികളൊക്കെ ഉണ്ട്, അതൊക്കെ വാങ്ങിച്ച് പോവാം. അപ്പോൾ ഇത്രയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.